ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യമാണേ. അപ്പോൾ കാണുന്ന കാര്യം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, എൻ്റെയൊക്കെ പ്രായമുള്ളവരാണെങ്കിലും എന്നേക്കാൾ മുതിർന്നവരാണെങ്കിലും നമ്മുടെ മക്കളൊക്കെ മുതിർന്ന വ്യക്തികളായിട്ടുള്ളവരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതും ഓരോ രീതിയിലായിരിക്കാം. പക്ഷേ അനുഭവത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് മാത്രം. അപ്പം ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ, നമുക്ക് ആൺമക്കളുടെയൊക്കെ വിവാഹപ്രായം ആയിക്കഴിഞ്ഞ് വിവാഹമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാവരും വേറെ വീട് വയ്ക്കുക, വേറെ പോവുക, താമസിക്കുക, എന്നെയും അച്ഛനെയും ബുദ്ധിമുട്ടിക്കരുത്, ഞാനും അച്ഛനും ജീവിക്കട്ടെ, അല്ലെങ്കിൽ എന്നെയും അമ്മയും ബുദ്ധിമുട്ടിക്കരുത്, ഞാനും അമ്മയും ജീവിക്കട്ടെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വേറെ വീട്, ഒന്നെങ്കിൽ പുതിയ വീട് വെച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വീട് വാടകയ്ക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചോളൂ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജീവിക്കാൻ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അവർ ജീവിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത് ഒരു കണക്കിന്. കാരണം നമ്മുടെ കുടുംബത്തിൽ വേറെ വഴക്കുണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് കുടുംബം മുന്നോട്ട് പോകാനും, കാരണം എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ അതൊരു സന്തോഷം, അതുപോലെ തന്നെ എല്ലാവരും ഒത്തു കൂടുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ നിലനിൽക്കുന്നത് കാണാനാണ് ചിലർക്കിഷ്ടം. ചിലർക്ക് എങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തൻ്റെ മക്കൾ വിവാഹം കഴിഞ്ഞു മരുമക്കളായിട്ട് തൻ്റെ മക്കളും തങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നുള്ള ചിന്തിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ പലരും ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും അച്ഛനും അമ്മയ്ക്കും പ്രായമാവുന്ന സമയം വരെ അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാനായിട്ട് പറ്റും. പ്രായമായതിനു ശേഷം അസുഖങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പലവിധ രോഗങ്ങളെ കൊണ്ടും പൊറുതിമുട്ടുന്നവരുണ്ടായിരിക്കാം അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിത ചെലവ് എന്ന് പറഞ്ഞാൽ പ്രായമാകുന്നത് വരെ പണിക്കൊക്കെ പോയിട്ട് ജീവിക്കുന്ന അച്ഛനമ്മമാരുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ജീവിക്കുന്നവരും എന്താ വെച്ചാൽ മക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ തങ്ങൾ ബുദ്ധിമുട്ടിയാലും മക്കളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ മക്കൾ പ്രായമായി വിവാഹം കഴിഞ്ഞു അവർക്ക് ജോലിയായി എന്നാലും മക്കൾ ചെറിയ കുട്ടികളാണെന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പം അവരവർ പണിക്ക് പോയി ജീവിക്കുന്ന കാലഘട്ടത്തിലും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന കാലങ്ങളിലും നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എല്ലാവർക്കും സാമ്പത്തികം എല്ലാം കൊണ്ട് തികഞ്ഞിട്ടാന്ന് ഞാൻ പറയില്ല. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ ആ ഒരു കുടുംബത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും, അല്ലെങ്കിൽ മര്യാദയായി പെരുമാറി, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ നമ്മൾ ജീവിത രീതികളിൽ നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെ ഈ അച്ഛനും അമ്മയും ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ വയസ്സായി അവരവർക്ക് പണിയാൻ വയ്യ, അല്ലെങ്കിൽ നമ്മൾ പണിതാലേ നമുക്ക് കൂലിയുള്ളൂ, പണിയാത്തതുകൊണ്ട് നമുക്കൊന്നുമില്ല, 5 പൈസ വരുമാനമില്ല, മക്കൾ തരണമില്ല വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവർ ജീവിക്കാൻ പ്രായമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയ്യാതെയായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ അവർ വേറെ ജീവിച്ചോട്ടെ, അപ്പോൾ ഒന്നുകിൽ ഭാര്യ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു പോയി അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നവരുണ്ട്, ഞാൻ അവരവരുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കാം, എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നവർ പലരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കാര്യമാണ് അങ്ങനെ ചിന്തിക്കുന്നതും പെരുമാറുന്നതും അങ്ങനെ ജീവിക്കുന്നതും നല്ലൊരു കാര്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. സാമ്പത്തികമായിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിന് 100% 150% നല്ല കാര്യമാണ് കേട്ടോ. സാമ്പത്തികമായിട്ടില്ലാത്തവർ എങ്ങനെ ജീവിക്കും? മക്കൾ കൊടുത്തിട്ട് തന്നെ വേണ്ടേ. അപ്പോൾ കൊടുക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ എനിക്ക് അർത്ഥം തോന്നുന്നില്ല. കാരണം സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ളത് ചിന്തിക്കും. സാമ്പത്തികം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഈ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് തന്നെ ജീവിക്കാവുള്ളൂ, മക്കൾ കൊടുത്താൽ തന്നെ പറ്റുള്ളൂ, കൊടുത്തില്ല വെച്ചാൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ പോകുന്നവരുണ്ട് കേട്ടോ. പിന്നെ അപ്പം നമ്മൾ പ്രായമായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ തന്നെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് കുറേ പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണു, കഴിക്കണു, അതുപോലെ തന്നെ എന്തെന്നാണ് പുറത്ത് പോകാനാണെങ്കിലും അമ്പലങ്ങളിലേക്ക് ആയിക്കോട്ടെ, പുറത്തേക്ക് യാത്രകളായിക്കോട്ടെ, ഒരാളെയും കൂസാതെ അല്ലെങ്കിൽ ഒരാളോടും പറയാതെ അല്ലെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒറ്റയ്ക്ക് ജീവിക്കല്ലേ.
അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് ജീവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നമുക്ക് നമുക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന സമയത്തെ നമുക്ക് ഇതിനൊക്കെ സാധിക്കുള്ളൂ കേട്ടോ. ആരോഗ്യം പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കീഴിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനും മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ നോക്കുള്ളൂ. ഓരോ പോയിന്റിലും നോക്കിയിരിക്കാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആരും ചെയ്യാൻ തയ്യാറാവില്ല കേട്ടോ. പിന്നെ എത്രയൊക്കെ മക്കളുണ്ട് എന്നുണ്ടെങ്കിലും നോക്കുന്ന മക്കളെന്നെ നോക്കുള്ളൂ കേട്ടോ. 8ഉം 10ഉം മക്കളുള്ള അമ്മമാരുണ്ട്. നോക്കുന്ന മക്കളെന്നെ നോക്കുള്ളൂ. അതിൽ ചിലപ്പോൾ ഒരാളോ രണ്ടാളോ നോക്കിയായിരിക്കും, അതിൽ മീതെ നോക്കാനായിട്ടില്ല. എന്നാൽ ഈ അച്ഛനെയും അമ്മയും കൊണ്ട് ഈ മക്കൾക്ക് അവരുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ആയ കാലം, അതായത് അവർ പണിയെടുക്കുന്ന സമയം അച്ഛനെയും അമ്മേനെയും ആവശ്യമുള്ള മക്കളുണ്ട് കേട്ടോ. കാരണം അപ്പോൾ ഈ വീട്ടിലത്തെ പണികൾ നോക്കാനും കുട്ടികളെ നോക്കാനും വേലക്കാരിക്ക് കൊടുക്കണ്ട അല്ലെങ്കിൽ പണിക്കാരിക്ക് കൊടുക്കേണ്ട ശമ്പളം ലാഭിക്കുന്ന പോലെ ഈ അച്ഛനും അമ്മയും നോക്കുന്ന മക്കളുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ആവശ്യമായി വരുന്ന കാലഘട്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് പണിയെടുക്കാൻ വയ്യാതെ ആവുന്ന സമയത്ത് പിന്നെ അവരതിനെ വേണ്ട. കാരണം അപ്പോൾ അവരൊരു ശല്യമായി. അപ്പോൾ പറയും ഞാൻ മാത്രം നോക്കിയോണ്ടായില്ലല്ലോ, നീ നോക്കിക്കോ, അല്ലെങ്കിൽ നീ 10 ദിവസം കൊണ്ടുപോയി നിർത്ത്, അങ്ങനെ പറഞ്ഞ് അമ്മയും അച്ഛനെ എവിടേക്ക് ആക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഓരോരുത്തർക്കും വരുന്നത് കേട്ടോ. ആ ഒരു ചിന്താഗതി വെച്ചാൽ പ്രായമായി വയസ്സായി അവരെ കൊണ്ട് പണിയാൻ പറ്റണില്ല, പിന്നെ ഉപകാരമൊന്നുമില്ല, ശല്യം മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ തലമുറ പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഭക്ഷണം കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ചില പ്രായമായവർക്ക് സ്വഭാവമുണ്ട്, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് പിടിക്കില്ല. അതായത് അവരവരുടേതായ ഇഷ്ടങ്ങൾക്ക് വെച്ച് ഉണ്ടാക്കി കഴിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചവർ കേട്ടോ. അല്ലാതെ മക്കളുടെയും മരുമക്കളുടെയും കീഴിൽ ജീവിച്ചു അവർ വെച്ചുണ്ടാക്കി തരുന്നത് തിന്ന് കഴിയുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവരെന്തെങ്കിലും കിട്ടിയാൽ മതിച്ചിട്ട് ജീവിച്ചോളും. പക്ഷെ എന്നാലും അല്ലാത്ത രീതിയിൽ ജീവിച്ചവരാണെന്നുണ്ടെങ്കിൽ എന്ത് ഭക്ഷണത്തിനും കുറ്റേ പറയുള്ളൂ കേട്ടോ. അതിൽ ഉപ്പില്ല, മുളകില്ല, എരിവില്ല, അല്ലെങ്കിൽ ഇതെന്താ ടേസ്റ്റ് ഉള്ളത്, ഇതിനൊക്കെ നന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പം എന്നെ കൊണ്ട് ഒന്നും പറ്റാത്ത കാലമായി, എനിക്ക് പറ്റുവെച്ചാൽ ഞാൻ ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പിന്നെ കഴിക്കേണ്ട വെച്ചിട്ട് കഴിക്കുകയാണെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കണ വെച്ചാൽ ഇങ്ങനത്തെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ദേഷ്യം വരും അല്ലേ. പ്രത്യേകിച്ച് മരുമക്കളാച്ച പറയാനില്ല. അപ്പം നമ്മൾ മരുമക്കളാണ് നമ്മളെ നോക്കണ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇപ്പോൾ നമുക്ക് അസുഖം വന്നിട്ട് നമ്മളെ നോക്കേണ്ട ഒരു ചുമതല ഇല്ലാതിരിക്കട്ടെ. ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയാ നമുക്കറിയില്ല, ഇനിയിപ്പോൾ അവരെങ്ങനെ നോക്കുന്നവരാണോ നോക്കാത്തവരോ നമുക്കറിയില്ല. അപ്പോൾ ആരാ നമ്മളെ നോക്കാനുള്ളൊരു അവസരം ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കാറ് കേട്ടോ. കാരണം വേറൊന്നല്ല, ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് പ്രത്യേകിച്ചും അവർക്ക് അങ്ങനെ സഹിഷ്ണുത അല്ലെങ്കിൽ മറ്റുള്ളവരോട് അനുകമ്പ അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ അവർക്ക് ഇന്നത് വേണം, അയ്യോ അവർക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളെ അപൂർവം 100ൽ 1-2 പേരുണ്ടായാലായി കേട്ടോ. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വഴിക്ക് എനിക്ക് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വയ്യാതിരിക്കുകയാണ് കേട്ടോ. ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ വയ്യാതിരിക്കുന്ന കാരണം കൊണ്ട് കാലിൽ കെട്ടിയ പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശരിയാണ്, എനിക്ക് എവിടേക്കും പോകാൻ പറ്റാറില്ല, ഒരു അമ്പലത്തിലേക്ക് പോലും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം കാലത്ത് അവർക്ക് ഷുഗർ കുറയാതിരിക്കാൻ വേണ്ടി നേരത്തും കാലത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ചായയുടെ കൂടെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 2 റൂട്ട് ബിസ്ക്കറ്റ് കൊടുത്തു. 8:30 ആകുമ്പോൾ അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ നമ്മൾ ടിഫിൻ റെഡിയാക്കി. അപ്പോൾ ഇൻസുലിൻ അവരെടുത്തു. ഇപ്പോൾ ഇത്തിരി ഓർമ്മക്കുറവുള്ള കാരണം നമുക്ക് ഇൻസുലിൻ എടുക്കുന്നത് ഞാൻ കൂടെ നിന്ന് നമ്മൾ എടുത്തു കൊടുത്തതിന് ശേഷം കഴിക്കാനായിട്ട് ഞാൻ ഭക്ഷണം വിളമ്പി വെച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം, യൂറിനറി ഇൻഫെക്ഷനാണ് എപ്പോഴും. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഞാൻ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഞാൻ തിളപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ബാർലി അല്ലെങ്കിൽ ചെറുള അല്ലെങ്കിൽ ഇപ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് കൊടുക്കുകയാണ്. കാര്യം വെള്ളം കുടിക്കേണ്ടത് എൻ്റെ അമ്മയുടെ ആവശ്യമാണ്, ഭക്ഷണം കഴിക്കേണ്ടത് എൻ്റെ അമ്മയുടെ ആവശ്യമാണ്. പക്ഷേ അത് ഞാൻ കൊടുത്താലാണ് അത് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ആ നേരത്തെ ഞാനവിടെ അമ്മയുടെ മുന്നിലേക്ക് എത്തിച്ചാലാണ് അമ്മ കഴിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ വിചാരിച്ച ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമമുള്ള സമയമാണ് ഇപ്പോൾ. പുറത്ത് പോകാൻ പറ്റാത്തൊരു കാര്യം, അത് എനിക്ക് നല്ലപോലെ എനിക്ക് വിഷമമുണ്ട്, ഒരു ഫീലിങ്ങിൽ തന്നെയാണ് ഞാൻ. പക്ഷേ എന്ത് ചെയ്യാം, ഞാനത് മനസ്സിൽ ഞാൻ പോകണം എന്നുള്ള ഉദ്ദേശം ഞാൻ മനസ്സിൽ വെക്കാതെ ഞാനതിനെ അവോയ്ഡ് ചെയ്തും കൂടി നടക്കുന്നത് കാരണം കൊണ്ട് എനിക്ക് അത്ര ഫീലിംഗ് ഇല്ല കേട്ടോ. പക്ഷേ എൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ വേറെ വല്ലവരാണെന്ന് വെച്ചാൽ ഇത് മതി പ്രശ്നത്തിന്. പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മോട് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ബുദ്ധിയും ബോധമില്ലാത്ത ആളോട് ഞാൻ എന്ത് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലത്തെ ആൾക്കാരെ നോക്കാൻ നമ്മൾക്കൊരു മനസ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഓരോ പോയിന്റും നമ്മൾ നോക്കാനും. അപ്പോൾ ഇവിടെ അബി എപ്പോഴും പറയും, നിങ്ങളിങ്ങനെ ഓരോ പോയിന്റ് ഇങ്ങനെ നോക്കണ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ വല്ല വീട്ടിൽ വെച്ചാൽ എപ്പോഴും ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല എന്ന് പറയും. ശരിയാണ്,
കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പോയിന്റ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നണം ആ അമ്മയ്ക്ക് ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ സോഡിയം കുറഞ്ഞിരിക്കുമോ, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇനി പൊട്ടാസ്യം കൂടുമോ. അപ്പോൾ ഇപ്പം ചുരുക്കം ഞാൻ എന്ത് പറയണ അറിയോ, മാങ്ങ, നമുക്ക് മാങ്ങയൊക്കെ കൊതിയാണ്. അപ്പം ഈ മാങ്ങയൊക്കെ മാങ്ങ വണ്ടി പോവുക, അല്ലെങ്കിൽ നമ്മൾ കടകളിൽ പോകുമ്പോൾ നല്ല നല്ല മാങ്ങകളിരിക്കും. സ്മാർട്ടിൻ്റെ ബസാർ, നമ്മുടെ സ്മാർട്ട് ബസാറുണ്ട് നമ്മുടെ ഇവിടെ ഓട്ടുപാറയിൽ. പല തരത്തിലുള്ള മാമ്പഴങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. ആപ്പിള്, പേരക്ക ഇതൊക്കെ എപ്പോഴെങ്കിലും വാങ്ങിച്ച് വെച്ചാൽ ഞാൻ കഴിക്കാൻ മറന്നു പോവും. കുട്ടികളോട് ഞാൻ എടുത്ത് കഴിച്ചോളാൻ പറയും. പക്ഷേ എന്നാലും എപ്പോഴെങ്കിലും നമുക്കൊന്ന് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. സ്വീറ്റ്സ്, എനിക്ക് ജിലേബി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ജിലേബി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജിലേബിയും സമൂസയും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ പേപ്പറിൽ കണ്ടു കേട്ടോ. എന്നാലും എനിക്ക് ജിലേബി ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് എപ്പോഴെങ്കിലും, എന്നും കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എപ്പോഴെങ്കിലും നമുക്ക് കഴിക്കണം എന്ന് തോന്നും. പക്ഷേ ഐസ്ക്രീം എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അമ്മയ്ക്ക് കൊടുക്കാതെ, നമ്മൾ എത്ര ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു സ്പൂണെങ്കിലും ഐസ്ക്രീം അമ്മയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൊടുക്കാതെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമോ നമുക്ക് മനസ്സുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതൊക്കെ വേണ്ടാന്ന് വെച്ചേക്കാണ്. ഞാൻ നീനോട് പറഞ്ഞു, എനിക്ക് മാങ്ങയൊക്കെ കഴിക്കാനൊക്കെ ചില സമയങ്ങളിൽ അവൻ കഴിക്കും മാങ്ങയൊക്കെ. ഞാൻ പറഞ്ഞു, നീന മാങ്ങ വാങ്ങിച്ചോളൂ, പിന്നിൽ പോയിരുന്നിട്ട് അത് ചെത്തിയിട്ട് അവന് കൊടുത്താൽ മതി, അമ്മേനെ കാണിക്കണ്ട. കാരണം അമ്മയ്ക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒന്നും ഇപ്പോൾ കഴിക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞു പൊട്ടാസ്യം കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ ഒന്നും കൊടുക്കണ്ട പറഞ്ഞു. റോബസ്റ്റ് പഴമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റോബസ്റ്റ് പഴം ഞാൻ മേടിക്കൽ നിർത്തി. മറ്റേത് ഞാൻ ഓരോ കിലോ നമ്മൾ ഒന്നരാടം മേടിച്ച് കൊടുന്ന് വെക്കും ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച്. ആർക്കാ കഴിക്കാൻ തോന്നിച്ചാൽ അവരവരെടുത്ത് കഴിച്ചോട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ വാങ്ങിക്കൽ നിർത്തി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായ അടച്ച പോലെ നമ്മൾ ഇരിക്കുകയാണ്. കാരണം നമുക്കിത് അമ്മയ്ക്ക് കൊടുക്കാതെ സ്വയം കഴിക്കാൻ തോന്നുമോ? നമുക്ക് തോന്നില്ല. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കഴിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ, ഇല്ല ഞാൻ പറയണില്ല. ഞാൻ പലരും അങ്ങനെ കണ്ടിട്ടുണ്ട്. സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നമ്മുടെ സഹിഷ്ണുത, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്കൊരു ദയാവായ്പ്, പിന്നെ എന്ത് സാധനം തിന്നാച്ചാലും ഇവിടുന്ന് ഇറങ്ങിയാൽ കഴിഞ്ഞില്ലേ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്ത് അവരത് കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്, നമ്മൾ കഴിച്ചില്ലെങ്കിലും. പലപ്പോഴും ഞാൻ ഒരു സാധനം എനിക്ക് തിന്നാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഓരോ പണികൾ ചെയ്യുമ്പോഴാവും ഓർമ്മ വരിക. അപ്പോൾ ഞാൻ ഇത് കഴിയട്ടെ എന്ന് ചിന്തിക്കും. അങ്ങനെ ഇരുന്ന് എനിക്ക് കഴിക്കാൻ പറ്റാതെയാവും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ കഴിച്ചില്ലെങ്കിലും വെള്ളി കഴിക്കുന്നവർ കഴിച്ചോട്ടെ, നാശമായി പോകേണ്ടുള്ള സാധനം എന്ന് വിചാരിക്കും. അതുപോലെ ഈ റോബസ്റ്റ് പഴമാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുക്കുംബർ വാങ്ങിച്ച് വെച്ചിട്ട് 5 മണിക്ക് അത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് കൊടുക്കും. ചെറിയ സമയം കുരുമുളക് പൊടി ഇടില്ല, ഉപ്പ് മാത്രം, എന്തായാലും സോഡിയത്തിൻ്റെ കുറവും വേണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ അതാണ്. പക്ഷെ അങ്ങനെ എത്രത്തോളം മനസ്സ് കാണിച്ചിട്ട് നമ്മളെ നോക്കുമോ? നോക്കില്ല. നമ്മളെ മീൻസ് എൻ്റെ പ്രായത്തിലുള്ള വ്യക്തികളെ തന്നെ നോക്കേണ്ട ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ നോക്കില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് തന്നെ തോന്നിക്കൊള്ളണമെന്നില്ല. അവരൊരു സ്ഥലത്തേക്ക് പോയി, ഞാൻ പോകാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പണികൾ കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചയാവും. പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേന് ഊണ് കഴിക്കേണ്ട സമയം കഴിയും. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സമയം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയി വരുമ്പോഴും ചായയുടെ സമയമായി, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭക്ഷണം ഞങ്ങൾ 8 മണിക്ക് കൊടുക്കുന്നതാണ്, ആ 8 മണി ആവാറാവും. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ പല ആവശ്യങ്ങളുണ്ട് എനിക്ക്, അതിനൊന്നും ഞാൻ പോകാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ പക്ഷെ ചിലവരെന്ത് ചെയ്യാറിയോ, ഇതെല്ലാം നെവർ മൈൻഡായിട്ട് വിട്ടിട്ട് 2 മണിയല്ല 3 മണി ആയാലും വീട്ടിലേക്ക് വരൂല്ല, ഭക്ഷണം കൊടുക്കൂല. അപ്പോൾ ആളെ കുറിച്ച് ചിന്തയില്ല, രാവിലെ എഴുന്നേൽക്കില്ല, ചായ ഉണ്ടാക്കി കൊടുക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഷുഗർ ഉള്ള ആൾക്ക് ഷുഗർ കുറയോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഷുഗർ കുറഞ്ഞു, അല്ലെങ്കിൽ ക്ഷീണം വരണ്ട വെച്ചാൽ നമ്മൾ എത്ര വൈകി കിടന്നാലും നമ്മൾ നേരത്തെ എഴുന്നേൽക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അസുഖമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് പോകേണ്ട ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് പണിക്ക് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അല്ല എനിക്ക് പൊതുവെ ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേറ്റിട്ട് ഞാൻ പണികൾ നോക്കൂട്ടോ. എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പണികൾ രാവിലെ കഴിഞ്ഞ് വെച്ചിട്ട് എനിക്ക് വെറുതെ ഇരിക്കാനൊന്നും പറ്റാറില്ല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് ഓരോന്ന് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. നമ്മൾ സാമ്പത്തികം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് ജീവിക്കണം, മറ്റുള്ളവർ വേണ്ട എന്ന് നമ്മൾ ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം കേട്ടോ. പക്ഷെ നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം എനിക്ക് വയ്യാതെയായി, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികം ഇല്ല, എനിക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ മക്കളുടെ താങ്ങ് വേണം, അല്ലെങ്കിൽ മക്കളില്ലാതെ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് നമുക്ക് എന്തായാലും അങ്ങനെ പറഞ്ഞ് മക്കളെ വേറിട്ട് മാറ്റി പോകാനോ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനോ ശ്രമിക്കില്ല. പിന്നെ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയുന്ന ഒരു വ്യക്തി അവർക്ക് 4 ആൺമക്കളാണ്.
ആ 4 ആൺമക്കൾക്കും കുട്ടികളുണ്ടായി. ഓരോരുത്തർ 2 പേര് വേറെ വീട് വെച്ചിട്ടുണ്ട്, 2 പേര് ഈ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ അമ്മ, അതായത് ഈ മദർ ഇൻ ലോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയിട്ട് ഒന്നുകിൽ അടുത്ത് 2 മക്കൾ വീട് വെച്ചവരുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയൻ്റെ വീട് വെച്ചാൽ കൂട്ടുകുടുംബങ്ങൾ, അവർ ഒരേ പറമ്പിൽ വീടുകൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവും. എന്താ പറയുക വെച്ചാൽ അവിടെ ഇരുന്ന കുട്ടികളെ നോക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പുറത്ത് പോണത്. മരുമക്കൾ അടുക്കള പണികളും ചെയ്യും, വീട് വൃത്തിയാക്കലും എല്ലാ കാര്യങ്ങളും ചെയ്യും, കുട്ടികളെയും നോക്കും. അവരവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികളെ നോക്കേണ്ട ചുമതല ഈ അച്ചമ്മയ്ക്കാണ്. അപ്പോൾ ഈ അച്ചമ്മ അവിടെ നിന്ന് പോവും. നമുക്ക് അങ്ങനെ മനസ്സ് വരുമോ? ഇല്ല. ഞാനൊക്കെ എത്ര വയ്യെങ്കിലും എനിക്ക് ഇതേ ഇപ്പോൾ ഈ കയ്യും ഇവിടെ നിന്ന് ഇളക്കാൻ വയ്യ, ഇവിടെയൊക്കെ വേദന, നീരിറങ്ങിയിട്ടാണ്. പക്ഷെ എന്നാലും രാവിലെ എഴുന്നേറ്റ് വന്ന നിക്കിക്ക് ഞാനൊന്ന് എടുക്കണം. അപ്പം അതവൻ വന്ന് ഞാനെടുത്ത് കഴിഞ്ഞ് എൻ്റെ തോളിലൊന്ന് കിടക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് എടുത്തിട്ട് എൻ്റെ മടിയിൽ വെച്ച് കുറച്ച് സമയം ഇരുന്നാൽ മതി. അത് അവനൊരു ശീലമാണ്. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ വന്ന് 2 കൈ ഇങ്ങനെ പൊക്കി നിൽക്കും. അപ്പം നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? എത്ര വയ്യെങ്കിലും ഞാൻ എടുക്കും. ഇനിയിപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ മീതെ ഞാൻ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അവനെ കുറച്ച് സമയം ഞാൻ എടുത്ത് നിൽക്കണം. അതവന് കാണണം ഞാൻ പണിയണത്. അത് അവൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം നമ്മുടെ മനസ്സാണ് ഇതിനൊക്കെ വേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാം. നമുക്ക് പണിക്ക് ആളെ കൂടെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പിന് ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ജീവിക്കാം. ഇതൊക്കെ സാധ്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ പ്രായമായി നമുക്ക് അസുഖങ്ങൾ വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കാ എന്താ അസുഖങ്ങളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാലും നമ്മളെ നോക്കേണ്ടത് ഈ മക്കൾ തന്നെയാണ്. മക്കൾ നോക്കില്ല നമുക്കറിയില്ല, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുക. മക്കളേനെ നമ്മൾ ജനിപ്പിച്ച് കഴിഞ്ഞ് അവരെ വളർത്തി വലുതാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത് നമ്മൾ മക്കളേനെ വളർത്തി വലുതാക്കി അവർക്ക് കാര്യപ്രാപ്തിയായി ജോലിയായി വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിക്കുക. ആ മക്കൾ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളെ നോക്കും എന്നുള്ളത്. പിന്നെ നമ്മൾക്ക് പ്രായമാകുമ്പോൾ നമുക്ക് ആ മക്കളുടെ കുട്ടി സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നു അല്ലേ? അങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഇന്നത്തെ തലമുറ പറയും പുറം നാട്ടിലൊക്കെ വൃദ്ധസദനങ്ങൾ ധാരാളം ഉണ്ട്, അപ്പോൾ ഇവിടെയും വൃദ്ധസദനങ്ങളുണ്ട്, അല്ലെങ്കിൽ അച്ഛനമ്മേനെ ആക്കി, അല്ലെങ്കിൽ ഒരു തുക നമ്മളവിടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാമെന്ന് പറയും. പക്ഷെ പുറം നാട്ടിലുള്ളതും നമ്മുടെ നാട്ടിലുള്ളതും വ്യത്യാസമുണ്ട്. എന്താ കാരണം എന്നറിയോ? നമ്മുടെ നാട്ടിൽ നമ്മൾ മക്കൾ എത്ര വലുതായാലും നമ്മുടെ മക്കൾ നമുക്ക് ചെറുത് തന്നെയാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും, എങ്ങനെ സാമ്പത്തികം ഇല്ലാന്ന് ചിന്തിച്ചാലും നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പുറം നാട്ടിലെങ്ങനെയാ? 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ തള്ളക്കോഴി കുട്ടികളെ തട്ടി ആട്ടി അകത്തുന്നത് പോലെ 18 വയസ്സ് കഴിഞ്ഞാൽ പുറം നാട്ടിൽ അവരവർ മക്കൾ ജീവിക്കും, ഒറ്റയ്ക്ക് പോയി ജീവിക്കും അല്ലേ? അപ്പോൾ ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ 18 വയസ്സ് കഴിഞ്ഞാൽ മക്കളെ വിട്ട് ഇപ്പോൾ പുറമേക്ക് വിടുകയാണ്. അപ്പോൾ ഈ മക്കൾ പിന്നെ പ്രായമായ അച്ഛനമ്മയും നോക്കണം എന്നില്ല. അപ്പോൾ വൃദ്ധസദനങ്ങളുണ്ട്, അവിടെ ഗവൺമെൻറ്റിൻ്റെ വൃദ്ധസദനങ്ങളുണ്ട്. നമ്മൾ നിശ്ചിത എമൗണ്ട് അവിടെ കെട്ടിവെച്ചാൽ നമുക്ക് ജീവിക്കാം. അവർ ചെറുപ്പത്തിൽ അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു മക്കൾ. ഇന്നത്തെ തലമുറയിൽ നമ്മുടെ നാട്ടിലും മക്കൾ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ടൂർ പോക്കായി, അവർ കുട്ടികളായി, അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുന്നവരെ അവർ ടൂർ പോയി, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തി വന്നു. അപ്പോൾ മക്കൾക്കായിട്ട് ഞങ്ങളൊന്നും സമ്പാദിക്കില്ല, ഞങ്ങളുടെ ജീവിതം അടിച്ചു പൊളിക്കുകയാണ്, അവർ വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ എന്ന് പറയും. നമ്മൾ എത്ര മക്കൾക്ക് ഉണ്ടാക്കിയാലും നമുക്ക് പോരാന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പിന്നെയും നമ്മൾ ഫിക്സഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭൂമി ആയിക്കോട്ടെ നമ്മൾ വാങ്ങിച്ചിടാനാണ് ശ്രമിക്കുന്നത് അല്ലേ നമ്മുടെ കാലഘട്ടത്തിലുള്ളവർ. അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പിന്നെ മാത്രമല്ല, പുറം നാട്ടിൽ നമ്മുടെ മക്കൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാത്തൊരു വേലക്കാരിയെ വേണ്ടിയിട്ട് ഒരാളുടെ വീട്ടിലേക്ക് അച്ഛനെ കൊണ്ടുപോയി, ഒരാളുടെ വീട്ടിലേക്ക് അമ്മേനെ കൊണ്ടുപോയി. കാരണം അവരുടെ മക്കളെ നോക്കാൻ ആളാവശ്യമാണ്, അതിനായി. അപ്പോൾ ഈ പ്രായമാകുന്ന സമയത്ത് അച്ഛനും അമ്മയും തമ്മിൽ പിരിപ്പിച്ചിട്ടാണ് ജീവിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പ്രായമായി വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് മക്കളുണ്ടായി, കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായി, മക്കളുടെ പഠിപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ജോലിയായി, അവർ വിവാഹം കഴിച്ചു, അവർ പോയി, വേറെ പോയി, നമുക്ക് ഫ്രീ ആയി, നമ്മൾ ഇനിയെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മൾ ചിന്തിക്കും. പക്ഷേ അതൊരിക്കലും നടക്കില്ല. കാരണം മക്കളുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവാം, നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം, നമ്മുടെ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ബാധ്യതകൾ തീർന്നു നമ്മൾ ചിന്തിക്കും. ഒരിക്കലും തീരില്ല, അവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ തുടങ്ങുകയുള്ളൂ.
കാരണം നമ്മുടെ മക്കൾക്ക് മക്കളായ നമ്മൾ നോക്കാതിരിക്കാൻ പറ്റുമോ? നോക്കാത്തവരുണ്ട് കേട്ടോ. സ്വന്തം മകളുടെ മക്കളെ നോക്കാത്ത അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം മകൻ്റെ മക്കളെ നോക്കിയില്ല എന്ന് കൊണ്ട് പറയാനില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രാരാബ്ദം തീരണില്ല. നമ്മുടെ പ്രാരാബ്ദം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ പ്രാരാബ്ദം തീരില്ല. പിന്നെ നമ്മളൊന്നാമത് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ചിന്താഗതിയോട് കൂടി നമ്മൾ ജീവിക്കാറില്ല. നമുക്ക് നമ്മുടെ മക്കൾ കൂടെ ഉണ്ടാവുന്നത് സന്തോഷം എന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കാറും ജീവിക്കാറും. അപ്പോൾ നമ്മുടെ ജീവിതം എവിടെയും എത്തില്ല. കാരണം ചെറുപ്പത്തിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളോട് പറയും ടൂറ് പോകണ്ട, എവിടേക്കും പോകണ്ട, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാമെന്ന് പറയും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒന്ന് കൊണ്ടുപോകാനോ അങ്ങനത്തെ സാഹചര്യങ്ങളില്ലാത്തത്, അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ എവിടേക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഭർത്താവിൻ്റെയും കുടുംബങ്ങളുടെയും കൂടെ ജീവിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മക്കളായി, മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളും കഴിഞ്ഞു, പിന്നെ അവർക്ക് ജോലിയായി, അവരുടെ വിവാഹമായി, അത് കഴിഞ്ഞാൽ അവരുടെ മക്കളായി, അങ്ങനെ നമുക്കിങ്ങനെ ബാധ്യതകൾ ഏറി വരിക എന്നല്ലാതെ കുറഞ്ഞു ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സഹിഷ്ണുതയോട് കൂടി അല്ലെങ്കിൽ മനസ്സോട് കൂടി പെരുമാറുന്ന നമുക്ക് എങ്ങനെയുള്ളൂ, അല്ലാത്തവർക്ക് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രായമായി വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചാലും അല്ലെങ്കിൽ പണ്ടുള്ളവർ പറഞ്ഞ പോലെ ചൂടുവെള്ളം കിട്ടിയാലും മിണ്ടാണ്ടിരിക്കാമെന്ന് വിചാരിക്കുക. കിട്ടിയത് ഭാഗ്യം എന്ന് ചിന്തിച്ചിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ചൂടുവെള്ളം കിട്ടിയാൽ പോലും അതൊരു സമാധാനം എന്ന് ചിന്തിക്കുക. കാരണം അതുകൂടി തരാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമുക്ക് പരാതി പറയാനും അല്ലെങ്കിൽ ഭക്ഷണം തന്നത് പോരാ, കിട്ടിയത് പോരാ, എനിക്കതല്ല, ഞാൻ അങ്ങനെയല്ല ചിന്തിച്ച് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമ്മൾ പറയണില്ലേ. ബോധമില്ലാതെ ആകുമ്പോൾ നമ്മൾ എന്താ പറയാന്ന് നമുക്കറിയില്ല. അതായത് ഓർമ്മക്കുറവൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കട്ടെ ദൈവം സഹായിച്ചിട്ട് അല്ലേ. എങ്ങനെയാണ് നമുക്ക് പ്രായക്കായ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം ഓരോന്നും നമ്മുടെ കൺമുന്നിൽ കാണുന്നത് കൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് പറയാനായിട്ട് തോന്നിയത്. പലരും ഒറ്റയ്ക്ക് ജീവിക്കും, ഞാനും ഭർത്താവ് ഒറ്റയ്ക്ക് ജീവിക്കും, മക്കൾ വേറെ പോയി ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിക്കാൻ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. സാമ്പത്തികം ഇല്ലെങ്കിൽ എങ്ങനെ അച്ഛനമ്മമാർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.